കഴിഞ്ഞ തവണ ഏതാണ്ട് 400-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടി ഇത്തവണ ഏതാണ്ട് 300 സീറ്റുകളിലേക്കായി മത്സരിക്കുകയും മറ്റ് മുന്നണികളുമായി ചേർന്നുകൊണ്ട് മറ്റ് പാർട്ടികളുമായി ചേർന്നുകൊണ്ട് മുന്നണി രൂപീകരിക്കുകയും ചെയ്ത് മത്സര രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. ഏതാണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് 56ഓളം സീറ്റുകളും നേടി. കഴിഞ്ഞ തവണ BJP കൊണ്ടുവന്ന വലിയ ലക്ഷ്യം, വലിയ വിജയം, അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടമായ സീറ്റുകളുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് സഖ്യകക്ഷികളുമായി മുന്നോട്ട് വരികയും ചെയ്താൽ ഒരുപക്ഷെ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ട് അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയുടെ ഏറ്റവും പ്രധാനമായ കാര്യം. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. എന്നാൽ വസ്തുത അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അധികാരം നിലനിർത്താൻ കഴിയുമെങ്കിലും കഴിഞ്ഞ തവണ അവർക്ക് നേടിയ വലിയ ലക്ഷ്യം അല്ലെങ്കിൽ വലിയ വിജയം അവർക്ക് തുടരാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. പല സംസ്ഥാനങ്ങളിലും BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവർ മാക്സിമം സീറ്റുകൾ നേടി എന്നുള്ളതാണ് പ്രത്യേകത. അത് ഉത്തർപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഇതര ഹരിയാനയിലായാലും ഒക്കെ അവർ വലിയ ഭൂരിപക്ഷം സീറ്റുകളും നിലനിർത്തിക്കൊണ്ട് ഹരിയാനയൊക്കെ തൂത്തുവാരി കൊണ്ടാണ് BJP അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ഒരു സീറ്റെങ്കിലും നഷ്ടമാക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ദക്ഷിണേന്ത്യ എടുത്താൽ ദക്ഷിണേന്ത്യയിൽ നിൽക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അത് ഇപ്പോൾ കർണാടകയിലായാലും തെലങ്കാനയിലായാലും അതുപോലെ തന്നെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ BJPക്ക് വേരുറപ്പിക്കാൻ കഴിയാത്ത മണ്ണാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പല പ്രദേശങ്ങളിലും കേരളമായാലും തമിഴ്നാടായാലും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പക്ഷേ അവിടെയൊക്കെ ഇത്തവണ BJP സീറ്റ് ലക്ഷ്യം വെക്കുന്നു അല്ലെങ്കിൽ സീറ്റിൽ പ്രതീക്ഷ പുലർത്തുന്നു എന്നുള്ളതാണ്. 1-2 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടാനായാൽ അത് വലിയ വിജയമായിരിക്കുമെന്ന് BJP കരുതുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ തങ്ങൾക്ക് നഷ്ടമാകുന്ന പല സീറ്റുകളും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ എവിടെയെങ്കിലും സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ അതിനെ മറികടക്കുവാൻ BJP മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മാത്രമല്ല BJPയുടെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഉത്തർപ്രദേശിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലോ മഹാരാഷ്ട്രയിലോ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലോ ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പോലും സീറ്റ് കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കയറി വന്നാൽ ഒരു സീറ്റിലോ മറ്റോ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനപ്പുറം നില ചിലയിടത്തൊക്കെ മെച്ചപ്പെടുത്താനേ സാധ്യതയുള്ളൂ. അതേസമയം ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഗുജറാത്ത് ഒക്കെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ സീറ്റുകളിൽ ഹരിയാനയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ BJPക്ക് ശക്തമായ മത്സരം നേരിടേണ്ടി വരുന്നു. BJPയുടെ വോട്ട് വിഹിതം കുറയാനുള്ള സാധ്യതയും ഈ സംസ്ഥാനങ്ങളിൽ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോ പഞ്ചാബിൽ ഒരുപക്ഷെ BJPക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പൊ ഹരിയാനയിലാണെങ്കിലും നേരത്തെ JPP കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ JPP കൂടെ ഇല്ല. അതിനെ ഒരു അമിത ആത്മവിശ്വാസത്തോടുകൂടി BJP ഹരിയാനയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവസാനം ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നടത്തുന്ന ക്യാമ്പയിൻ ഇതൊക്കെ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കും അവിടെ എന്നാണ് UPA കരുതുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യം കരുതുന്നത്, ഇന്ത്യ മുന്നണി കരുതുന്നത്. എന്നാൽ അത്രത്തോളം വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളും ആരോപണങ്ങളും അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് BJPയും അരവിന്ദ് കെജ്രിവാളുമായി നിൽക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ വളരെ കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വലിയ തരത്തിലുള്ള വോട്ട് വ്യത്യാസം UPAക്കോ ഇന്ത്യ മുന്നണിക്കോ വന്നു ചേരുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ചില സീറ്റുകളെ അത് ബാധിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡൽഹിയിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 100 പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അവിടെ അവർക്ക് ആം ആദ്മി മുന്നണിയുമായി ഇഴുകിച്ചേർന്ന ഒരു സഖ്യം ഉണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ല. സഖ്യത്തിലൊക്കെ ആണെങ്കിലും പല സീറ്റുകളിലും സംബന്ധിച്ചിടത്തോളം സാധാരണ അണികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. കാരണം വളരെ ശക്തമായി ഇപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ അഴിമതിക്കെതിരെ ഒരു വലിയ പ്രസ്ഥാനമായി വരികയും അവർ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപിക്കുകയും ചെയ്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ സഖ്യത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ പലരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ PCC അധ്യക്ഷൻ പോലും ആ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജിവെക്കാനുള്ള ഒരു പ്രധാനമായിട്ട് പറഞ്ഞത് അദ്ദേഹം ഉയർത്തിക്കാട്ടിയ സ്ഥാനാർത്ഥികളെ ഒന്നും കേന്ദ്ര നേതൃത്വം വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടി ഇന്നലെ വരെ തങ്ങൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണം ഉന്നയിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടി ചേർന്നുകൊണ്ട് ഇലക്ഷനെ മത്സരിക്കുക എന്ന് പറയുന്ന ആത്മഹത്യപരമാണെന്നും ഒക്കെ അദ്ദേഹം പ്രസ്താവന നടത്തി കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
BJP-യുടെ പ്രശ്നങ്ങളെ നമ്മൾ ഉയർത്തിക്കാട്ടുന്ന പോലെ ഇന്ത്യ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പല പ്രദേശങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ അവര് ചില സംസ്ഥാനങ്ങളിൽ കീരിയും പാമ്പും പോലെ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് മത്സരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഈ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കീരിയും പാമ്പ് പോലെ മത്സരിക്കുന്നത്. അവരാണ് പ്രധാന മത്സര കക്ഷികൾ, വെല്ലുവിളി ഉയർത്തുന്ന കക്ഷികൾ. അതേസമയം ഈ കേന്ദ്രത്തിലെത്തുമ്പോൾ ഇവർ ഒരുമിച്ചാണ്. അപ്പൊ അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ ഉപരിയായി തെരഞ്ഞെടുപ്പിൽ സീറ്റ്, ഇപ്പം വോട്ട് വിഹിതം, ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ, വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വരുന്നു. അത് 4ാം ഘട്ടം കഴിയുമ്പോഴും ആ നില തുടരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറയുന്നു എന്നുള്ളതിന് പലരും പല കാരണങ്ങളാണ് പറയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ചൂട് കൂടിയത് കൊണ്ടാണ്, അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, ഇത്തരത്തിലുള്ള വിശകലനങ്ങളാണ് വരുന്നത്. എന്നാൽ ചൂട് കൂടുതലുള്ള പല സംസ്ഥാനങ്ങളിലും ചില സ്ഥലങ്ങളിലെങ്കിലും ഈ വോട്ടിംഗ് ശതമാനം കൂടി നിൽക്കുന്ന കാര്യവും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂട് വളരെ കുറഞ്ഞിരുന്ന പ്രദേശങ്ങളിൽ പോലും അവിടെയും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ചൂടൊന്നും അല്ല പ്രശ്നം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വോട്ടിങ്ങിൽ പ്രകടമാകും എന്നുള്ളതാണ്. അപ്പം ആ വലിയ ഒരു മാറ്റം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയൊരു മാറ്റം സാധ്യമാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരുന്നത് എന്നും എനിക്ക് തോന്നുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്രത്തിൽ BJP-യെ മാറിക്കൊണ്ടൊരു ഇതര സർക്കാർ വരും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ മിക്ക സംസ്ഥാനങ്ങളിലും 90-100% സീറ്റ് നേടിക്കൊണ്ട് 10-13 സംസ്ഥാനത്തിൽ നിലവിൽ വന്നതുപോലെ, അല്ലെങ്കിൽ 286 സീറ്റുകൾ ഏതാണ്ട് 16 സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയതുപോലെ അത്ര എളുപ്പം BJP-ക്ക് 300 സീറ്റ് വാങ്ങി അധികാരത്തിലെത്തുക, അല്ലെങ്കിൽ 400 സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യം സാധ്യമാകില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പരമാവധി നേരത്തെയുള്ള സഖ്യകക്ഷികളിൽ ചിലരെ കൂട്ടുപിടിക്കുകയും ചിലരെ കളയുകയും ചെയ്തുകൊണ്ട് ഓപ്റ്റിമം ലെവലിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് BJP. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്ക് ബദലായി ചില സംസ്ഥാനങ്ങളെ കണ്ടെത്തുകയും അവിടെ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുക, അവിടെ ഇന്ന് സീറ്റ് ഉറപ്പാക്കാനും BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വെല്ലുവിളിയായി മാറുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ BJP-യുമായുള്ള അഭിപ്രായ ഭിന്നത, സഖ്യകക്ഷികളുടെ അഭിപ്രായ ഭിന്നത വേണ്ടത്ര മുതലെടുക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. മാത്രമല്ല, കാലേക്കൂട്ടി തന്നെ ഒരു സഖ്യം ഉണ്ടാക്കുകയും വളരെ കോംപ്രിഹെൻസീവായ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുകയും അതിലൊരു എല്ലാ സഖ്യകക്ഷികളും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി മത്സരിക്കുവാനും ഒക്കെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും സിറ്റിസൺഷിപ്പ് ബില്ലിന്റെ ഒക്കെ പേരിൽ സഖ്യകക്ഷിയിലെ മുന്നണികൾ തമ്മിൽ പോരടിക്കുന്നത് നമ്മൾ കാണുന്നത്. കേരളത്തിലൊക്കെ അത് പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പൊ അതൊക്കെ സഖ്യ കക്ഷി മുന്നണി എന്നുള്ള തരത്തിൽ കോൺഗ്രസിനെ പല സ്ഥലങ്ങളിലും ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മൾ കരുതുന്നത് പോലെ ഉടൻ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട്, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷമെങ്കിലും നേടിക്കൊണ്ട് അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് ചിന്തനീയമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അത് ഓരോ ഘടകങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ പറഞ്ഞ 400 സീറ്റുകൾ എന്നുള്ള ലക്ഷ്യം പോയിട്ട് 300 സീറ്റെങ്കിലും സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് അധികാരം നിലനിർത്തുക എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലാണ് അവർ ശ്രദ്ധയൂന്നത്. അതിന് BJP-ക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്കിലും പല സംസ്ഥാനങ്ങളിലും BJP-ക്ക് നല്ല തിരിച്ചടി നേരിടുവാൻ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ചില സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നത്, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം. ആ കൂടിയ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുള്ള ചില സംസ്ഥാനങ്ങൾ, അവിടെ ഒരുപക്ഷെ നമുക്ക് BJP-ക്ക് തിരിച്ചടി നേടുവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതേസമയം തന്നെ ചില പ്രദേശങ്ങളിൽ BJP ഒട്ടും കടന്നു കയറാത്ത ചില സ്ഥലങ്ങളിൽ BJP കടന്നു കയറാനുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ദക്ഷിണേന്ത്യയിൽ ഏകദേശം 56 സീറ്റുകൾ ഉറപ്പാക്കുക, അതുപോലെ തന്നെ പരമാവധി BJP പരമാവധി 100-ൽ 100 സീറ്റും പിടിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ ഹരിയാനയിൽ നിന്ന് 20 സീറ്റും തൂത്തുവാരിയ BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഒരു 5 സീറ്റെങ്കിലും കോൺഗ്രസ് തിരിച്ചു പിടിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഓരോ സീറ്റിൽ നിന്നും, ഓരോ സംസ്ഥാനത്തു നിന്നും ആ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലെത്തുവാനാണ്
കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലെത്തുവാനാണ് BJP ശ്രമിക്കുന്നതെങ്കിൽ തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വളരെ തുച്ഛമായ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 423 സീറ്റോളം മത്സരിച്ച കോൺഗ്രസ് പാർട്ടി ഇത്തവണ 300 സീറ്റുകൾക്കടുത്ത് മത്സരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി ഘടകകക്ഷികളുമായി ആ നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം ആ ഘടകകക്ഷികളെ എത്രത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഫലം ജൂൺ 4 വരെ കാത്തിരുന്നേ മതിയാകൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മോദി 3-0 ഉണ്ടാകും കേന്ദ്രത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കോൺഗ്രസ് ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയായെങ്കിലും പാർലമെന്റിൽ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകളുടെ തീരുമാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന അല്ലെങ്കിൽ ആ വിമർശനം സ്വഭാവമുള്ള ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതു മുന്നണികൾ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണികൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഉയർത്തുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധം അവർക്ക് പാർലമെന്റിൽ പ്രകടമാക്കാനെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു സ്ട്രെങ്ത്, ഒരു ബലം പാർലമെന്റിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതെന്തായാലും ജൂൺ 4 വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകും.